വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചതെന്ന് PK ശശി. ആരെയും സമ്മർദ്ദത്തിലാക്കാനല്ല രാജിയെന്നും ശശി പാലക്കാട് പറഞ്ഞു. വ്യക്തിപരമായ കാരണങ്ങളാൽ ഞാൻ ഇന്നലെ ഉച്ചയോടുകൂടി കോർപ്പറേഷൻ്റെ ചെയർമാൻ സ്ഥാനത്തു നിന്നുള്ള രാജി ഔദ്യോഗികമായി സമർപ്പിച്ചു. ബഹുമാന്യനായ ടൂറിസം വകുപ്പ് മന്ത്രിക്കും ടൂറിസം ഡയറക്ടർക്കും ടൂറിസം സെക്രട്ടറിക്കും ഞാൻ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു. അത് KTDCയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാത്രമുള്ള രാജിയാണ്. ആരെയും സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയല്ലല്ലോ രാജിവെക്കുന്നത്. അങ്ങനെ സമ്മർദ്ദത്തിലാക്കാൻ ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങാൻ തയ്യാറുള്ള ഒരു പാർട്ടി അല്ലല്ലോ. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ഒപ്പം ചേരുന്നു. അരുൺ, ഈ വ്യക്തിപരമായ കാരണങ്ങളാൽ ആണ് എന്ന് പറയുമ്പോൾ പാർട്ടിയുമായി PK ശശിക്ക് വ്യക്തിപരമായ അകൽച്ച കുറേ നാളായി ഉണ്ടല്ലോ. അതിനും അപ്പുറം എന്താണ് ശശി ചൂണ്ടിക്കാട്ടുന്നത്? തീർച്ചയായിട്ടും PK ശശിയുടെ ഭാഗത്ത് നിന്ന് ഇതിലൊരു വ്യക്തമായ മറുപടി പറയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതേസമയം തന്നെ ശശി UDF പാളയത്തിലാക്കിയാണോ എന്നുള്ളതും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ശശി നിലവിൽ പറയുന്നത് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് താൻ രാജിവെച്ചത് എന്നുള്ളതാണ്. അതിനപ്പുറം എന്താണ് അതിൽ വ്യക്തിപരമായ കാര്യങ്ങൾ എന്നുള്ളതിൽ ഒരു വ്യക്തത അദ്ദേഹം വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഒറ്റപ്പാലത്ത് UDF സ്ഥാനാർത്ഥിയായി ശശി എത്തും എന്നുള്ള അഭ്യൂഹങ്ങളും വലിയ രീതിയിൽ പരക്കുന്നുണ്ട്. പ്രത്യേകിച്ച് PK ശശിയെ സംബന്ധിച്ചിടത്തോളം ശശിക്ക് സ്വാധീനമുള്ള രണ്ട് മേഖലകളാണ് ഷൊർണൂരും ഒറ്റപ്പാലവും. ഒറ്റപ്പാലത്തിൽ നിലവിൽ UDFനെ സംബന്ധിച്ചിടത്തോളം അവിടെ ശശിയെ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളത് അവർ ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നുണ്ട്. CPM-ൽ പ്രേംകുമാറാണ് ഒറ്റപ്പാലത്തെ MLA ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രേംകുമാറിന് എതിരാളിയായിട്ട് അവിടെ ശശിയെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും UDF ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും PK ശശി UDF പാളയത്തിലേക്കാണോ എന്നുള്ളൊരു സംശയം ബലപ്പെടുന്ന സാഹചര്യമാണ്. അതേസമയം തന്നെ അദ്ദേഹം ഈ ഒരു രാജിവെച്ചതിന് ശേഷം നടത്തിയിട്ടുള്ള ആദ്യ പ്രതികരണമാണിത്. അതിൽ വ്യക്തിപരമായ കാരണങ്ങൾ കാരണമാണ് രാജി എന്നുള്ളതാണ് പറയുന്നത്.